ഈ കഴിഞ്ഞ ഞായറാഴ്ച അച്ചുവിന് മീൻ കിട്ടി. അച്ചു വളരെയധികം സന്തോഷത്തിലാണ്. കറൂപ്പിനെയാണ് കിട്ടിയിരിക്കുന്നത്. കൈച്ചൂണ്ടയിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ആവുണ്ടപ്പാടം വാളകത്ത് നിന്ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളകത്ത് നിന്ന് മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ഒരു കിലോമീറ്റർ കഴിയുമ്പോഴൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, നെടുങ്ങാൽ ശ്രീകൃഷ്ണസ്വാമി ടെമ്പിൾ. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ ആവുണ്ടപ്പാടത്തെത്താം. വളരെ മനോഹരമായ സ്ഥലമാണ്. ഇത് ഷൂട്ടിങ്ങാണ് അവിടെ നടക്കുന്നത്. റോഡ് നടുക്കൂടി പോയിട്ട് 2 സൈഡിലും പാടമാണ്. ഞങ്ങളിത് ഒരു ഞായറാഴ്ച പോയതിൻ്റെയാണ് ഈ വീഡിയോ. ഇവിടെ ഒരുവിധം വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച. പക്ഷെ അന്ന് പോയിട്ടൊന്നും കിട്ടിയില്ല. ആകെ സങ്കടത്തോടെയാണ് തിരിച്ചു പോകുന്നത്. അവിടെ മെഷീൻ ചൂണ്ട ഒട്ടും ശരിയാവില്ല, അതുകൊണ്ട് കൈച്ചൂണ്ടയാണ് അന്ന് കൊണ്ടുപോയത്. പക്ഷേ അന്നൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വീണ്ടും പോയി. അപ്പോൾ ഇതേ വെള്ളം ഭയങ്കരമായിട്ട് കയറി കിടക്കുകയാണ്. ഫുള്ള് വലയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ മീനിനെയൊക്കെ കിട്ടാൻ വലിയ പാടാണ്, ബുദ്ധിമുട്ടാണ് മീനിനെ കിട്ടാനായിട്ട്. സൈഡിൽ കൂടി ചെറിയ ചെറിയ മീനുകളുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇഷ്ടം പോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ട്. റോഡും നടുക്കൂടി റോഡായതുകൊണ്ട് ഫുള്ള് വെള്ളം കയറി കിടക്കുക. എല്ലാം വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വണ്ടിക്കീലാണ് സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്. മണ്ണിരയുണ്ട്, കൈച്ചൂണ്ടയുണ്ട്, മെഷീൻ ചൂണ്ടയുണ്ട്. അപ്പോൾ ആദ്യം മെഷീൻ ചൂണ്ട എടുത്ത് സെറ്റാക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വെള്ളം കാണാനും വെള്ളത്തിലിറങ്ങാനും. പക്ഷേ പേടിയാകും, ഇങ്ങനെ നിറഞ്ഞു കിടക്കുക പാടത്ത്. ഒത്തിരി മീനുകളുള്ള സ്ഥലമാണ്, നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പക്ഷേ നല്ല ഭംഗിയുണ്ട്. ഇത് ചെറിയ ചെറിയ മീനുകളുണ്ട്, വെള്ളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ചൂണ്ടിയിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ വന്ന വഴിക്ക് വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടില്ലായിരുന്നു, അവിടെയാണ് മെഷീൻ ചൂണ്ടയാണ് ആദ്യം ഇടുന്നത്. പക്ഷേ വല ഇട്ടിരിക്കുന്നത് കൊണ്ട് വലിയ മീനുകളൊന്നും ഈ മെഷീൻ ചൂണ്ടയിലേക്ക് കുരുങ്ങില്ല. അപ്പോൾ ആദ്യം അവൻ മെഷീൻ ചൂണ്ടയൊക്കെ സെറ്റാക്കി 2-3 തവണ ഇട്ടു നോക്കി. പക്ഷേ ഒന്നിനെയും കിട്ടണില്ല. അപ്പോൾ അവിടെ ചേട്ടന്മാർ പറഞ്ഞു ഈ വല കിടക്കുന്നത് കൊണ്ട് വലിയ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ മെഷീൻ ചൂണ്ടയിടൽ നിർത്തി, വളരെ സങ്കടത്തോടെ നിർത്തി. ഒരിക്കൽ പോലും മീനിനെ കിട്ടാറില്ല, അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. അപ്പം അവൻ പിന്നെ അവൻ്റെ മറ്റേ കൈച്ചൂണ്ട എടുത്തുകൊണ്ട് വന്നു. മണ്ണുരേനെ വീട്ടിൽ നിന്ന് കിളച്ച് പാത്രത്തിൽ പൊതിഞ്ഞ് കെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൈച്ചൂണ്ട വലിയ നല്ല കമ്പൊന്നുമല്ല, ഇവിടെ നല്ല കമ്പൊന്നും കിട്ടാനൊരു മാർഗ്ഗമില്ല. അവൻ മണ്ണിരേനെ അതിൻ്റെ ഹുക്കിലേക്ക് കൊളുത്തുവാണ്. കൊളുത്തി അവൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ തന്നെ മീൻ ചാടി കൊത്തി. നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. ഒരു വരാലായിരുന്നു, പക്ഷേ എന്തോ അതിന് കിട്ടിയില്ല, അത് പോയി, അത് ചാടിപ്പോയി. അപ്പോൾ വീണ്ടും മണ്ണിരേനെ കൊളുത്തി വീണ്ടും ഇടുവാണ്. വീണ്ടും ഇട്ടു. സൈഡിൽ കൂടി ഇഷ്ടംപോലെ മീൻ നിപ്പുണ്ട്, പക്ഷേ കിട്ടാനൊരു മാർഗ്ഗമില്ല. ഇത് കൊളുത്തുമില്ല, ഫുള്ള് വലയുണ്ട് അവിടെയെല്ലാം. രണ്ടാമതും അവൻ ഇട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ സന്ധ്യാസമയത്താണ് ഞങ്ങൾ പോയത്. ഒരു 6:30 സമയമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് മീനുകൾ സൈഡിൽ കൂടി എല്ലാം വന്ന് നിപ്പുണ്ടായിരുന്നു. പക്ഷേ മീൻ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മീനിനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചായി ഇതൊക്കെ നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ ഒരു കറൂപ്പിനെ കിട്ടി. ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചതല്ല. അവൻ്റെ മുഖത്ത് നിന്ന് അറിയാൻ സാധിക്കും അവൻ്റെ സന്തോഷം. മീൻ കിടന്ന് പിടയ്ക്കുകയാണ്. നമുക്ക് വയ്ക്കാൻ പാത്രമൊന്നും ഇല്ലായിരുന്നു. ഈ ഫ്രോഗിനെയൊക്കെ കൊണ്ടുവന്ന പാത്രത്തിലാണ് വെച്ചത്. ഇതുണ്ടോ, ഇത്ര നല്ലൊരു സ്ഥലമാണ് കാണാൻ, ഭയങ്കര രസമുള്ള. അങ്ങേ സൈഡിൽ ഒരു വണ്ടി കിടക്കണ കണ്ടില്ല, അവിടെ ഒരു റോഡുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കൈച്ചൂണ്ട ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ട ചേട്ടൻ നമ്മൾ ചൂണ്ടയൊക്കെ വാങ്ങിക്കുന്ന കടയുടെ ഉടമസ്ഥനാണ്. അതുകൊണ്ട് നമ്മളൊരു പോൾ റോഡ് അവന് വേണം എന്ന് പറഞ്ഞു. ആ പോൾ റോഡാണ് വാങ്ങിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പൈസ ഇവനിങ്ങനെ ഈ ബർത്ത്ഡേക്കും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവന് വെല്ലുമ്മച്ചി പൈസ കൊടുക്കും. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ച്, പിന്നെ അച്ചായി ഇവന് സ്നാക്സ് വാങ്ങിക്കുന്നില്ല. വൈകുന്നേരം മിഠായി ഒന്നും വേണ്ട, ദിവസം 20 രൂപ വെച്ച് കൊടുക്കും. ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാണ് ഇവൻ ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ആ ചൂണ്ടക്കടയുടെ പേര് എൽദോസിൻ്റെ ചൂണ്ടക്കട എന്നാണ് പേര്.
ആ ചൂണ്ടക്കടയിലെ സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നല്ലൊരു ചേട്ടനാണ്. നമുക്കെല്ലാം പൈസയൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്യും. ഇവൻ്റെ റീല് ചൂണ്ടയുടെ റീല് പോയപ്പോൾ ആ ചേട്ടൻ ഫ്രീ ആയിട്ട് നന്നാക്കി തന്നു. ദേ കടയുടെ ഇതാണ്. കടയുടെ ലൊക്കേഷൻ വരുന്നത് ആ വെള്ളൂർക്കുന്ന് സിഗ്നലിൻ്റെ അങ്ങോട്ടേക്ക്. ഇവിടെ മൂവാറ്റുപുഴക്കാർക്ക് മനസ്സിലാവും. സിഗ്നലിൻ്റെ അവിടെ ആ കടാതി അപ്പുറം കഴിഞ്ഞാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏത് സാധനവും മീൻ പിടിക്കേണ്ട എന്ത് സാധനമാണേലും പലതരത്തിലുള്ള സാധനങ്ങൾ കിട്ടും. ആ ചേട്ടന് ഭയങ്കര ക്രേസാണ്. എപ്പോഴും ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും അവിടെ കാണും. അവരൊക്കെ ഇഷ്ടം പോലെ മീൻ ഇങ്ങനെ ഈ മെഷീൻ ചൂണ്ട വെച്ചും ഈ പോൾ റോഡ് വെച്ചും ഒക്കെ പിടിക്കുന്നതാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇതേ അവന് വേണ്ടിയിട്ട് പിന്നെ ഇത് ആ ചേട്ടനൊരു ഒറ്റാല് പോലത്തെ ഒരു സാധനം, ഒറ്റാലാന്ന് തോന്നുന്നു, അതിൻ്റെ പേര് പറഞ്ഞു, ഞാൻ ഓർക്കണില്ല കേട്ടോ. ഇതാണ് ആ ചേട്ടൻ്റെ കട. സാധനങ്ങളൊക്കെ ഇതാണ്. എല്ലാം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുന്നത്. ഇത് ചേട്ടൻ്റെ കടയുടെ പിന്നെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പിന്നെ അവനതെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഭയങ്കര ഹാപ്പിയായി അവൻ. അപ്പം ഇതാണ് പോൾ റോഡ്. ഇതൊക്കെ അവർ കെട്ടിത്തരാം, ചൂണ്ട നൂലൊക്കെ കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പം ഇവൻ എന്നോട് പറഞ്ഞിരുന്നു. ഇവനതെല്ലാം അറിയാം. വേഗം കുളിച്ചിട്ട് അവനത് പിന്നെ അത് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഇതെല്ലാം ചെക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല, അവരെടുത്ത് തന്നത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോന്നു. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി സാധനം കിട്ടിയപ്പോൾ. ഇതൊന്നും നമ്മൾ പൈസ കൊടുക്കുന്നതല്ല, അവൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസ സൂക്ഷിച്ച് വെച്ചാണ്, അല്ലാതെ നമ്മളായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതല്ല. ഇതവന് ഭയങ്കര ക്രേസാണ്. പക്ഷേ വെള്ളമാണ് നമുക്ക് അച്ചായിക്ക് പേടിയായതുകൊണ്ട് അച്ചായി ഉള്ളപ്പോൾ മാത്രമേ നമ്മൾ ചൂണ്ടയിടാനായിട്ട് പോകുകയുള്ളൂ. ഏട്ടാ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവൻ കുളിച്ച് കഴിഞ്ഞ് ഇതിനകത്ത് നൂല്, ഇതിൻ്റെ പേരേതാണ്ട് ഫിലമെൻ്റ് എന്ന് എന്തോ ആണ് പറയണേ ഈ ത്രെഡിന്. അപ്പോൾ അതൊക്കെ അവൻ സെറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി. എല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് അതെല്ലാം സെറ്റ് ചെയ്ത് ആ പോൾ റോഡിൽ അവൻ ആ ചൂണ്ട നൂല് കണക്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി എന്നെ കാണിച്ചു തന്നിട്ട് ഇനി അടുത്ത ആഴ്ച പോകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ സാധനങ്ങളെല്ലാം അവൻ ചെയ്യുവാണ്. നമുക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവൻ ഫൈനലി എല്ലാം സെറ്റാക്കി സൂപ്പറാക്കി അടുത്ത ആഴ്ച പോകണമെന്നും പറഞ്ഞിരിക്കുന്നു. ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ചൂണ്ടയിടാൻ പോകുമ്പോൾ ഇത് വെച്ചൊരു വീഡിയോ എടുക്കാം.